നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസാണ്. ഇക്വേഷൻ ഓഫ് മോഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലെ പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആക്സിലറേറ്റ്സ് അറ്റ് ദ റേറ്റ് എഫ് ത്രൂ എ ഡിസ്റ്റൻസ് എസ്, then continues at a constant speed for some time t and then decelerate at the rate f by 2 to come to rest. If the total distance is 5s, then find s. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കാറ് റെസ്റ്റ് നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ മോഷനിലാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് പറയുന്നത് ഇറ്റ് ആക്സിലറേറ്റ് അറ്റ് ദ റേറ്റ് എഫ് എന്നാണ്. ഇറ്റ് ആക്സിലറേറ്റ് അറ്റ് ദ റേറ്റ് എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കാറ് റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഫ് ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുന്നുണ്ട്, എസ് ഡിസ്റ്റൻസാണ് അത് മൂവ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത് ഇപ്പോൾ ആക്സിലറേറ്റഡ് മോഷനിലാണ്, എഫ് ആക്സിലറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇറ്റ് കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഫോർ എ ടൈം ടി. അതിനുശേഷം പറയുന്നത് ഈ ആക്സലറേഷൻ എഫോട് കൂടി മൂവ് ചെയ്യുന്ന കാറ് പിന്നീട് കണ്ടിന്യൂസ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ആ സമയത്ത് സമയത്ത് അത് കണ്ടിന്യൂസ് സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ 0 ആണ്, അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് അതിനുശേഷം എഗെയിൻ ആ കാറിന് എന്തുണ്ടാകുന്നുണ്ട്, ഒരു ഡീസിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ് വരുന്നുണ്ട്. ആ ഡീസിലറേഷൻ്റെ റേറ്റ് എത്രയാണ്, f/2 ആണ്. അത് കാറ് ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 5s ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, എസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ആക്സിലറേറ്റഡ് മോഷൻ ഫസ്റ്റ് കേസിൽ എഫ് ആക്സിലറേഷനോട് കൂടി എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ നടക്കുന്നത് യൂണിഫോം മോഷനാണ്, മോഷൻ. മൂന്നാമത്തെ കേസിൽ നടക്കുന്നത് ഡീസിലറേഷനാണ്. ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 5s ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. എസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി, എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി സ്ക്വയർ, എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി ക്യൂബ്, എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി റേസ് ടു 24. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഇറ്റ് ആക്സിലറേറ്റ് അറ്റ് ദ റേറ്റ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എഫ് ആണ്. മൂന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ട്രാവൽ അറ്റ് ദ ഡിസ്റ്റൻസ് എസ് എന്നാണ്. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് തന്നെയാണ്, എസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം, v² ഈക്വൽ ടു u² പ്ലസ് 2as. വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിലെ ആക്സലറേറ്റഡ് മോഷനിലെ ഫൈനൽ വെലോസിറ്റി v1² ആക്സലറേറ്റഡ് മോഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി u ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് u1² പ്ലസ് 2as എന്നെടുക്കാം. നമ്മളെ കേസിൽ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എന്തെടുത്തു, S1 എന്നെടുത്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. v1² ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു u1² എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് 2aക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. S1ന് പകരം എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് v1² കിട്ടി. v1² കിട്ടിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് v1 കാണാൻ പറ്റും. v1 ഈക്വൽ ടു √2fs. ഇനി നമുക്ക് സെക്കൻഡ് കേസിലേക്ക് വരാം. സെക്കൻഡ് കേസ് യൂണിഫോം മോഷനാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്. എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആക്സലറേറ്റ് അറ്റ് ദ റേറ്റ് എഫ്, നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്താണ്, എസ് ആണ്.
ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ആക്സിലറേറ്റഡ് മോഷൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടു. കാറ് വീണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാർ അവിടെ നിൽക്കുന്നില്ല, വീണ്ടും എന്ത് ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് മുന്നേ ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കുന്ന സമയത്ത് എന്ത് സ്പീഡാണോ ഉണ്ടാകുന്നത് ആ സ്പീഡ് തന്നെയാണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കുന്ന സമയത്തുള്ള ഫൈനൽ വെലോസിറ്റിയാണ്. ആ ഫൈനൽ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, √2f(s). അതിനുശേഷം അങ്ങനെ യൂണിഫോം വെലോസിറ്റിയിൽ എത്ര സമയത്തേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഫോർ സം ടൈം ടി സമയത്തേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൈം പീരീഡ് എന്ത് തന്നെയാണ്, ടി തന്നെയാണ്. അപ്പോൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് രണ്ടാമത്തെ സെക്ഷൻ ആയതുകൊണ്ട് അവിടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ S2 എന്നെടുക്കുകയാണ്. S2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം VT. നമ്മുടെ കേസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2f(s) ആണ്, ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി തന്നെയാണ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലെ വെലോസിറ്റി ആയതുകൊണ്ട് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ S2 എന്നെടുത്തു. S2 ഈക്വൽ ടു V ഇൻറ്റു ടി. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും നമുക്കറിയാം, √2f(s) ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി തന്നെ. അപ്പോൾ നമുക്ക് S2 കിട്ടി. S2 ഈക്വൽ ടു √2f(s) ഇൻറ്റു ടി. ഇനി നമുക്ക് ഡീസിലറേഷൻ്റെ കേസിലേക്ക് വരാം. ഡീസിലറേഷൻ്റെ കേസിൽ വരുമ്പോഴും വെലോസിറ്റി എന്ത് തന്നെയാണ്, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷനിലായിരിക്കുന്ന സമയത്ത് വെലോസിറ്റിക്ക് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, ആ വെലോസിറ്റി തന്നെയാണ് ഡീസിലറേഷൻ്റെ സെക്ഷനിലും ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ U ഈക്വൽ ടു എന്ത് തന്നെയാണ്, √2f(s) തന്നെയാണ്. ഇനി നമുക്കറിയാം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ മോഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. റെസ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഇറ്റ് ഡീസിലറേറ്റ് അറ്റ് ദ റേറ്റ് f/2. ഇറ്റ് ഡീസിലറേറ്റ് അറ്റ് ദ റേറ്റ് f/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടുത്തെ ഡീസിലറേഷൻ്റെ സമയത്തുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ f/2 ആണ്. ഡീസിലറേഷൻ ആയതുകൊണ്ട് വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആക്സിലറേഷനിൽ നമ്മൾ ഡീസിലറേഷനിൽ എന്ത് കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം, -f/2. കം ടു റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കം ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ടോട്ടൽ ഫൈനൽ വെലോസിറ്റി എന്തായിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡീസിലറേഷൻ്റെ കേസിൽ ഫോർ എ ഡീസിലറേറ്റഡ് മോഷൻ നമുക്ക് U അറിയാം, √2f(s) ആണ്. A നമുക്ക് കിട്ടി, -f/2 ആണ്. ഫൈനൽ വെലോസിറ്റി എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം, നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. v² ഈക്വൽ ടു u² പ്ലസ് 2as. 3 ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഒരു ഇക്വേഷനാണ് v² ഈക്വൽ ടു u² പ്ലസ് 2as. അപ്പോൾ നമുക്കിവിടെ ഫൈനൽ വെലോസിറ്റി കാണാം. ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ (0² ഈക്വൽ ടു u² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ u എന്ന് പറഞ്ഞാൽ √2f(s) ആണ്. അപ്പോൾ u² എന്ന് പറഞ്ഞാൽ 2f(s) പ്ലസ് 2 ഇൻറ്റു as. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, -f/2 ആണ്, ഇൻറ്റു എസ്. ഈ സെക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ എന്ത് കൊടുത്തു, S3 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ 2ഉം കട്ടായി പോയി. ബാക്കി നമുക്ക് എന്തുണ്ട്, 2f(s) മൈനസ് f(s3) ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 2f(s) ഈക്വൽ ടു f ഇൻറ്റു S3. ഒരു എഫും കട്ടായി പോയി. ഫൈനലി നമുക്ക് കിട്ടി S3 ഈക്വൽ ടു 2s. S3 ഈക്വൽ ടു 2s. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് S1 കിട്ടിയിട്ടുണ്ട്. S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, S ആണ്. അതുപോലെ തന്നെ നമുക്ക് S2 കിട്ടിയിട്ടുണ്ട്. S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, √2f(s) ഇൻറ്റു ടി ആണ്. നമുക്കിപ്പോൾ എന്ത് കിട്ടി, S3 കിട്ടി. S3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2s ആണ്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, if ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 5s then find s. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 5s ആണെന്ന് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് S1 പ്ലസ് S2 പ്ലസ് S3 ഈക്വൽ ടു എന്താണ്, 5s ആണ്. നമ്മളോട് S ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ S1 പ്ലസ് S2 പ്ലസ് S3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. S പ്ലസ് √2f(s)
ഇൻറ്റു ടി പ്ലസ് S3 എന്ന് പറഞ്ഞാൽ 2s, ദാറ്റ്സ് ഈക്വൽ ടു 5s. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും s പ്ലസ് 2s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3s ആണ്. 3s പ്ലസ് അണ്ടർ റൂട്ട് 2fs ഇൻറ്റു ടി പ്ലസ് 2fs ഇൻറ്റു ടി ഈക്വൽ ടു 5s. 3sന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3s ആവും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 2fs ഇൻറ്റു 3 ഈക്വൽ ടു 5s മൈനസ് 3s, ദാറ്റ്സ് ഈക്വൽ ടു 2s. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യുക. ഇക്വേഷനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2fs അണ്ടർ റൂട്ട് 2fsൻ്റെ സ്ക്വയർ 2fs ഇൻറ്റു ടി സ്ക്വയർ ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4, എസിൻ്റെ സ്ക്വയർ s സ്ക്വയർ. ഒരു എസ്സും എസ് സ്ക്വയറിൽ ഒരു എസ്സും കട്ടായി പോവും. അങ്ങനെ ഒരു 2ഉം 4ൽ ഒരു 2ഉം കട്ടായി പോവും. ബാക്കി നമുക്ക് എസ് കിട്ടും. എസ് ഇസ് ഈക്വൽ ടു എഫ് ടി സ്ക്വയർ ബൈ 2, അതായത് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ട്, പിന്നെ കുറച്ച് സമയത്തേക്ക് ടി സമയത്തേക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ആക്സിലറേഷൻ 0 ആണ്. പിന്നെ നടക്കുന്നത് ആ കാർ സ്ലോ ആവുകയാണ്, ഡീസിലറേഷനാണ്. ഡീസിലറേഷൻ്റെ റേറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്, f/2 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5s ആണെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എ ബുള്ളറ്റ് ഫയർഡ് ഇൻ ടു എ ഫിക്സ്ഡ് ടാർഗറ്റ് ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 3 cm. ഹൗ മച്ച് ഫർദർ വിൽ ഇറ്റ് പെനിട്രേറ്റ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഫേസസ് കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ടു ദ മോഷൻ. അപ്പോൾ നമ്മളോട് പറയുന്നത് ഒരു ഫിക്സ്ഡ് ടാർഗറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിന് എന്തോ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. 3 cm ആ ബുള്ളറ്റ് ടാർഗറ്റിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറിയ സമയത്ത് അതിൻ്റെ വെലോസിറ്റി ആദ്യമുള്ള അതിൻ്റെ വെലോസിറ്റിയുടെ പകുതിയായിട്ടുണ്ട്. ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 3 cm. അതിനുശേഷം പറഞ്ഞത് ഇനി എത്ര സെൻറ്റിമീറ്ററും കൂടെ അത് ഉള്ളിലേക്ക് തുളച്ച് കയറും. അപ്പോൾ എത്ര സെൻറ്റിമീറ്ററും കൂടെ ഉള്ളിലേക്ക് തുളച്ച് കയറുമെന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2 cm കൂടെ ഉള്ളിലേക്ക് തുളച്ച് കയറുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ടുണ്ടാവും, 0 ആയിട്ടുണ്ടാവും. അതായത് ബുള്ളറ്റ് തറച്ചതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാകും, റെസ്റ്റിലെത്തിയിട്ടുണ്ടാകും. അപ്പോൾ 3 cm ഉള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് അതിൻ്റെ വെലോസിറ്റി പകുതിയായിട്ടുണ്ട്. ഇനി എത്രയോ സെൻറ്റിമീറ്ററും കൂടെ ഉള്ളിലേക്ക് തുളച്ച് കയറിയാൽ കംപ്ലീറ്റ് ആയിട്ട് വെലോസിറ്റി എന്തായിട്ടുണ്ടാവും, 0 ആയിട്ടുണ്ടാവും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ തുളച്ച് കയറിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ 3 cm വരെ അത് എത്തുന്ന സമയത്തുള്ള അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ എന്തായിട്ട് എടുക്കുന്നു, u ആയിട്ട് എടുക്കുന്നു. ഇനീഷ്യൽ വെലോസിറ്റി ഇസ് u. ഇനീഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ 3 cm ദൂരം അത് തുളച്ച് കയറുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റിയുടെ പകുതിയാണ്. ഓക്കെ, 3 cm തുളച്ച് കയറിയ സമയത്ത് അതിൻ്റെ വെലോസിറ്റി പകുതിയായി അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ v ഈക്വൽ ടു എന്താണ്, u/2 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിയുടെ പകുതിയാകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 cm ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഇവരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് v² ഈക്വൽ ടു u² പ്ലസ് 2as. v² ഈക്വൽ ടു u² പ്ലസ് 2as. നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v² പകരം vക്ക് u/2 കൊടുത്താൽ v² എന്ന് പറഞ്ഞാൽ u²/4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു u² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 cm ആണ്. അപ്പോൾ നമുക്ക് കിട്ടും u² സമത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ -u² ആകും, പ്ലസ് u²/4 ഈക്വൽ ടു 2 ഇൻറ്റു 3 6a. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -4u² പ്ലസ് u², അതായത് -3u²/4 ഈക്വൽ ടു 6a. അപ്പോൾ ഒരു 6ഉം 3യും കട്ടായി പോയി. 3 ഇൻറ്റു 2 ആണ് 6, അപ്പോൾ 2a.
അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടും ആക്സിലറേഷൻ ഈക്വൽ ടു -u² ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 4 × 2 ആവും. 4 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? -u² ബൈ 8. അപ്പോൾ ബുള്ളറ്റ് ആ ടാർജറ്റിൽ തറച്ചതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ഒരു കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ആണ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീസലറേഷൻ നടക്കുന്നുണ്ട്. അത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? -u² ബൈ 8 തന്നെ ആയിരിക്കും. അത് 3 സെൻറ്റിമീറ്റർ പ്രവേശിച്ചാലും 2 സെൻറ്റിമീറ്റർ പ്രവേശിച്ചാലും ഒക്കെ എന്താണ്? ആ കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആ ഡീസലറേഷൻ്റെ റേറ്റ് എന്ത് തന്നെ ആയിരിക്കും? -u² ബൈ 8 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് ഈ ബുള്ളറ്റ് ടാർജറ്റിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറുമ്പോഴുള്ള റെസിസ്റ്റൻസ് കിട്ടി. ആ റെസിസ്റ്റൻസ് എന്താണ്? u² ബൈ 8 ആണ്. ഓക്കെ, ആക്സിലറേഷൻ കിട്ടി. അതെന്താണ്? u² ബൈ 8 ആണ്. അപ്പോൾ ആക്സിലറേഷൻ അറിയാം നമുക്ക്. അതുപോലെ നമുക്കിനി അതിൻ്റെ സെക്കൻഡ് കേസിലേക്ക് വരാം. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ തുളച്ച് കയറിയത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അസ്യൂം ചെയ്യണം 3 സെൻറ്റിമീറ്റർ കടന്നതിന് ശേഷം എത്ര സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് പോകുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് കേസിൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. 3 സെൻറ്റിമീറ്ററിന് ശേഷം പിന്നെ അത് കുറച്ചും കൂടെ ട്രാവൽ ചെയ്തിട്ട് ഫൈനലി അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്തുള്ള ആക്സിലറേഷൻ നമുക്കറിയാം എന്താണ്? -u² ബൈ 8 ആണ്. 3 സെൻറ്റിമീറ്റർ വരെ കടന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി u/2 ആണ്. ഓക്കെ, അപ്പോൾ ആ സെക്ഷനിൽ സെക്കൻഡ് കേസിൽ 3 സെൻറ്റിമീറ്റർ വരെ കടന്നു. ആ സമയത്ത് വെലോസിറ്റി എന്താണ്? u/2 ആണ്. അപ്പോൾ അടുത്ത ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ എന്താക്കി എടുത്തു? u/2 ആക്കി എടുത്തു. ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് v² ഈക്വൽ ടു u² പ്ലസ് 2as. ഓക്കെ, ഫസ്റ്റ് കേസിൽ 3 സെൻറ്റിമീറ്റർ വരെ പ്രവേശിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി 3 സെൻറ്റിമീറ്ററിന് ശേഷം അത് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് തുളച്ച് കയറുകയാണ്. ആ സമയത്ത് ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 3 സെൻറ്റിമീറ്ററിന് ശേഷമാണല്ലോ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വരെ എത്തുന്ന ഫൈനൽ വെലോസിറ്റി u/2 ആണെങ്കിൽ ഈ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? u/2 ആയിരിക്കും. ആക്സിലറേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിക്ക് 0 കൊടുക്കുക. അപ്പോൾ u² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. u² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ u² എന്ന് പറഞ്ഞാൽ u² ബൈ 4 പ്ലസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -u² ബൈ 8 ഇൻറ്റു എസ്. ഓക്കെ, ആ എസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു അല്ലെങ്കിൽ 0 ഈക്വൽ ടു u² ബൈ 4 മൈനസ് ഈ 2ഉം 8ഉം കൂടെ കട്ടായിട്ട് 4 ആയിട്ട് മാറും. -u² ബൈ 4 ഇൻറ്റു എസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? u² ബൈ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ u² ബൈ 4 ഈക്വൽ ടു u² ബൈ 4 ഇൻറ്റു എസ്. അപ്പോൾ ഒരു u² ബൈ 4ഉം ഇവിടെയുള്ള u² ബൈ 4ഉം കട്ടായാൽ ഇവിടെ ബാക്കി 1 ഉണ്ടാകും. അതായത് 1 ഇൻറ്റു u² ബൈ 4 ആണ് u² ബൈ 4. u² ബൈ 4 കട്ടായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു എസ് എന്ന് കിട്ടും. നമ്മൾ നേരത്തെ എസ്സിന് 3 സെൻറ്റിമീറ്റർ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എസ്സിൻ്റെ യൂണിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ദ ആൻസർ ഈസ് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം 3 സെൻറ്റിമീറ്റർ അത് തുളച്ച് കയറി. അപ്പോൾ വെലോസിറ്റി എന്തായി? പകുതിയായി. ഇനി 1 സെൻറ്റിമീറ്ററും കൂടെ അത് തുളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. അപ്പോൾ 3 സെൻറ്റിമീറ്റർ തുളച്ച് കയറാനെടുത്ത് ഫൈനൽ വെലോസിറ്റി u/2. ഇനി അവിടുന്ന് 1 സെൻറ്റിമീറ്ററും കൂടെ തുളച്ച് കയറുമെന്ന് പറയുമ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ അഗെയിൻ എന്തായിട്ട് എടുക്കണം? u/2 ആയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ആക്സിലറേഷൻ കണ്ടു. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി 3 സെൻറ്റിമീറ്ററിന് ശേഷം അത് 1 സെൻറ്റിമീറ്ററും കൂടെ ഉള്ളിലേക്ക് തുളച്ച് കയറുന്നുള്ളത് മനസ്സിലായി. സോ ദ ആൻസർ ഈസ് 1 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A ball is released from a top of a tower. ഒരു ടവറിൻ്റെ ടോപ്പിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ടവറിൻ്റെ എച്ച് അല്ലെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h മീറ്ററാണ്. T സെക്കൻഡ് കൊണ്ട്, ക്യാപിറ്റൽ T സെക്കൻഡ് കൊണ്ട് ആ ബോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട്. ബോൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് T/3 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, T/3 സെക്കൻഡ് കൊണ്ട് ആ ബോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാകും? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ ഇൻ T/3 സെക്കൻഡ്? ഓപ്ഷൻ നോക്കൂ. ഓപ്ഷനിലൊക്കെ
ആ ട്രാവൽ ചെയ്തിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് തന്നതിന് ശേഷം, ആ ഡിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നതിന് ശേഷം എബോവ് ദ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിൽ വരെ അത് എത്തിയിട്ടുണ്ട്, ആ വായുവിൽ അത് എത്തിയ ആ പൊസിഷൻ, ആ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഒരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. സപ്പോസ് ദിസ് ഈസ് അവർ ടവർ. ഈ ടവറിൻ്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എം മാസിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ടോട്ടൽ ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ദിസ് ഈസ് ഹൈറ്റ് ഓഫ് ദ ടവർ. ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്. ഇനി ഏതോ ഒരു ഇമാജിനറി പൊസിഷനിൽ അത് എത്തിയിട്ടുണ്ട്. T/2 ടി സമയം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എച്ച് ഹൈറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. T/3 സമയം കൊണ്ട് സപ്പോസ് ആ ബോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് T/3 സമയം കൊണ്ട് ഇത് ട്രാവൽ ചെയ്തിട്ടുള്ള ഹൈറ്റ് കാണണം. ആ ഹൈറ്റ് കണ്ടതിന് ശേഷം ആ ഹൈറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എച്ച് മൈനസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എച്ചിൽ നിന്ന് ആ T/3 സമയം കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഗ്രൗണ്ടിൽ നിന്ന് ആ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ളത് കാര്യങ്ങൾ, നമുക്ക് ഹൈറ്റാണ് കാണേണ്ടത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനുള്ള അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷനാണ് S=UT + ½ AT². അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എസ്. അതാണ് ടോട്ടൽ ആ ബോൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, ടവറിൻ്റെ ഹൈറ്റാണ്. ദാറ്റ് H=, ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 0 × T + ½ താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് എക്ക് പകരം എന്ത് കൊടുക്കണം, G കൊടുക്കണം. ഓക്കെ, S=UT + ½ AT² ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം താഴെ എത്താനെടുക്കുന്ന സമയം ക്യാപിറ്റൽ T ആണ്. അപ്പോൾ T². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, H=½ GT². S=½ GT². അതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് കിട്ടും. T² അവിടെ നിർത്തുക. അപ്പോൾ /2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2h ആവും. × ഇപ്പുറത്തേക്ക് വരുമ്പോൾ /h ആകും. അപ്പോൾ നമുക്കതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും √2h/g. √2h/g. ഓക്കെ, ഇത് എച്ച് ഡിസ്റ്റൻസ് T സമയം കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് ആ T ആണ് നമുക്ക് കിട്ടിയത് √2h/g. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് T/3 സമയം കൊണ്ട് അത് എത്രയോ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ആ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിൽ നിന്ന് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ല, ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അപ്പോൾ T/3 സമയം കൊണ്ട് അത് കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ T/3 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എനിക്കറിയില്ല, അതിനെ ഞാൻ H' എന്ന് കൊടുത്തു. അഗൈൻ ഇക്വേഷൻ S=UT + ½ AT² തന്നെയാണ്. ഇക്വേഷൻ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എഴുതുകയാണ്. S=UT + ½ AT². എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T/3 സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഹൈറ്റാണ്. അതിന് എനിക്കറിയാത്തത് കൂടി ഞാൻ H' എന്ന് വിളിച്ചു. H' അഗൈൻ ഇവിടെ എന്താണ്, ഡ്രോപ്പ് ചെയ്യാണല്ലോ. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. UT ടേം 0 ആയിട്ട് പോയി. ½ G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. T² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈം പീരീഡിൻ്റെ 1/3 T/3 ആണ്. T/3 സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ T/3 2. അപ്പം നമുക്ക് കിട്ടി H' ½ G × 1/3 സ്ക്വയർ 1/9 T². T നമുക്ക് എന്താണെന്നറിയാം. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, √2h/g ആണ്. അപ്പോൾ T² കാണുമ്പോൾ എന്ത് കിട്ടും, 2h/g. റൂട്ട് ക്യാൻസലായി പോകും, അല്ലെങ്കിൽ റൂട്ട് ഒഴിവായി പോകും സ്ക്വയർ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ 2ഉം ഈ 2ഉം ക്യാൻസലായിപ്പോയി. ഈ ജിയും ക്യാൻസലായിപ്പോയി. അങ്ങനെ H' നമുക്ക് കിട്ടി. H' h/9. H' നമുക്ക് കിട്ടി. H' h/9. ഈ h/9 എന്ന് പറഞ്ഞാൽ എന്താണ്, h/9 എന്ന് പറഞ്ഞാൽ T/3 സമയം കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ള, ടോപ്പിൽ നിന്ന് ആ വായുവിൽ ഏതോ ഒരു പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് എന്ത്, h/9. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള എച്ചിൽ നിന്ന് h/9 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും.
അതായത് നമ്മളെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. h മൈനസ് h/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 9h - h/9 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8h/9 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത സ്ഥലത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8h/9 ആണ്. 8h/9 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 8h/9 എബോവ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 8h/9 മുകളിലായിരിക്കും ആ വസ്തു ഇപ്പോൾ എത്തിയിട്ടുണ്ടാവുക. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് മൂന്നും ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് ആൻസേഴ്സ് ആൻഡ് ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു.